ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ടൂള് പരിചയപ്പെടുത്തി തരാം. ഈ ടൂള് കണ്ടോ, നമ്മുടെ പ്രഷർ ഫുഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ജസ്റ്റ് നമുക്ക് ഒരു വിരൽ കൊണ്ട് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു ടൂളാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ജാക്ക് കമ്പനിയുടെ ഒറിജിനൽ ടൂളാണ്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ ഇതിൽ ഏത് ടൂളും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ആർക്കും ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുണ്ട്, ഇത് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നോക്കാം, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ടൂൾ, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലത്തെ ടൂൾ നമുക്ക് ലോക്കലി കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ജാക്കിന്റെ പേര് എഴുതിയിട്ടുള്ള ടൂളാണ്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ചെറിയ ടൂളാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ടൂളിൽ ഉപയോഗിക്കുന്ന അത്രയും പ്രഷർ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഈ ഒരു ടൂൾ നമ്മൾ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്യണമെന്ന്. അതുപോലെ ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ സ്പ്രിങ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ 2-3 വിരൽ ഒരുമിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കറക്റ്റായിട്ട് നീങ്ങുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നല്ല പ്രഷർ യൂസ് ചെയ്യണം നമ്മൾ. പക്ഷെ ഇതാകുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ടൂളാണിത്. അപ്പോൾ ഒരു മിഷീന്റെ കമ്പനിയുടെ തന്നെ സെയിം പ്രോഡക്റ്റ് ആകുമ്പോൾ അവർ അതിന് എല്ലാവിധ ക്വാളിറ്റികളും അവർ കൊടുത്തും കൊണ്ട് തന്നെയാവും ഈ ടൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഒരു അടിപൊളി ടൂളാണ്, നല്ല ഒരു ടൂളാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ നോർമലി സാധാരണ ഫുട്ട് ഇതുപോലെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഈ സ്ക്രൂ ഇവിടുന്ന് നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ ഫുള്ളായിട്ട് ഇവിടുന്ന് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ലോക്കൽ പിൻ എങ്ങനെയാണോ ഫിക്സ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഈ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിന്റെ ഈ സ്ക്രൂ ഇതുപോലെ ഇങ്ങോട്ട് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇതാണ് ഇതിന്റെ സേഫ്റ്റി ലോക്കാണത്. അപ്പോൾ ഈ ലോക്കുള്ള ഭാഗം ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഓക്കെ, കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ആ വലിയ സ്ക്രൂ, നമ്മൾ അഴിച്ചെടുത്ത സ്ക്രൂ, അതിന്റെ ആ ഹോള് കൂടെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ ഇതിന്റെ മൂവ്മെന്റ് നോക്കുക. ഇവിടെ നമുക്ക് ലൂസ് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് 2 പൊസിഷനിലേക്ക് മാത്രമേ ഇങ്ങനെ വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇത്രയും ഒരു ടൈറ്റ് ആക്കി നിർത്തുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ സ്പ്രിങ് ആക്ഷനിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് വർക്ക് ആവും. അതിനുശേഷം നമുക്ക് ഏത് പ്രഷർ ഫുട്ട് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി ടൂളാണ്, വാങ്ങാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.